ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റീൻസ് വ്ലോഗ്സ്. അങ്ങനെ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി അൽജാദയിൽ പോയ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലൈറ്റ് വില്ലേജിലെത്തി. ഇത് ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണയായിട്ട് പോവാറുള്ള യൂണിവേഴ്സിറ്റി പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ലൈറ്റ് വില്ലേജ്. ഇവിടെ ഞങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. മുത്തുബേബി ഉണ്ടാകുന്നതിന് മുന്നേ ഏകദേശം 5 വർഷത്തിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വളരെ ചെറിയൊരു സ്പേസ് ആയിരുന്നു. ഇപ്പം കാണുന്നതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഈ ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഇവിടെ മെയിനായിട്ട് ഫുഡ് കൗണ്ടേഴ്സ് തന്നെയാണ്. ആ സമയത്തൊന്നും ഇവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ദിർഹം ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ അത് 10 ദിർഹമാണ്. 12 വയസ്സിന് താഴെ ഫ്രീ ആണ്. ഇത്തവണ അടുത്തുള്ള പാർക്കിംഗ് സ്പേസ് എല്ലാം പെയ്ഡാക്കി. 1 മണിക്കൂറിന് 50 ദിർഹംസ് ആണ് ചോദിച്ചത്. അപ്പോൾ ബേബി എന്നെയും മുത്തിനെയും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്രീ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് വന്നു. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ പകുതി സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഒരു ചെറിയ സ്റ്റേജ് ഒക്കെ ഉണ്ട്. അതിന് മുകളിൽ കയറിയിട്ടുള്ള കുട്ടികളുടെ 2 വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സെക്യൂരിറ്റി അവിടെ തടയുന്നുണ്ടായിരുന്നു. ഈ വില്ലേജിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റിയാണ്. ഞങ്ങൾ കയറി വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എൻട്രിയിലെ എക്സിറ്റിലും ഒരേപോലെ തന്നെയാണ്. ഈ 2 ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ എൻഡിലുള്ള ഏരിയ ഫുള്ളായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ കൂടുതൽ റൈഡ്സ് ഇവിടെ കാണുന്നുണ്ട്. ഈ പ്ലേ സോണിൽ കളിക്കാനായി വേറെ ടിക്കറ്റ് എടുക്കണം.
വില്ലേജിനകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തുബേബി ഉറങ്ങി. പിന്നെ ബിബി പൊന്നൂനെ ആയിട്ട് പ്ലേ സോണിൽ പോയി. ഞാനിതാ ഇവിടെ ഇങ്ങനെ ഈ സോഫയിലിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ഇതുപോലെ എനിക്ക് നാട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഈ രാജ്യം എത്ര സുരക്ഷയാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. ഇവിടെ ഓരോ വീട്ടിലെ സ്ത്രീകളും അവിടുത്തെ ജോലിക്കാരെയും കുട്ടികളെയൊക്കെ ആയിട്ട് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. സ്ത്രീകൾ മാത്രമായിട്ട് ഒത്തുകൂടി പാർട്ടികൾ നടത്താറുണ്ട്. അതിന് സ്ഥലമോ സമയമോ ഒന്നും ഒരു വിഷയമേ അല്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയി ഇറങ്ങി നടക്കാം. ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും കൊണ്ടോ ഒരാൾ പോലും നമ്മളോട് ബാഡായി പെരുമാറില്ല. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബിബി പൊന്നൂനുമായിട്ട് എത്തി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഇവിടെ ട്രഡീഷണൽ ഫുഡ് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.